ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഇന്ന് എന്താണ് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് ഇരിക്കണേന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഇന്ന് എന്തായാലും എനിക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ടിനായിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും റെഡി ആവണം, മേക്കപ്പ് ഒക്കെ ചെയ്തൊന്ന് ഇത്തിരി സുന്ദരി ആവണം. അപ്പോൾ കുറേ ദിവസമായിട്ട് നിങ്ങൾ എന്നെ വീട്ടിൽ നിൽക്കുന്ന അലന്ന കോലത്തിലാണ് കണ്ടിട്ടുള്ളത്. ലിപ് ബാം പോലും ഇടാണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് കുറേ വീഡിയോസ് കണ്ടാൽ അറിയാമല്ലോ എങ്ങനെയാണോ ഞാൻ വീട്ടിൽ ഈ വേർത്തൊലിച്ച് നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഫേസിലോ അല്ലെങ്കിൽ മുടിയിലോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നാളായി നിങ്ങൾ തന്നെ ഇത്തിരി ഒരുങ്ങി അല്ലെങ്കിൽ ഇത്തിരി ഭംഗിയിലൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഭയങ്കര ആധികാരികമായിട്ടുള്ള കുറേ സംഭവങ്ങളൊന്നുമില്ല, വളരെ ക്വിക്കായിട്ട് ചെയ്തിറങ്ങണം. അത് പണ്ട് മുതലേ നമ്മൾ ഷൂട്ടിനൊക്കെ ചെയ്ത സമയത്ത് ഞാൻ സെൽഫ് മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ എന്നെ മേക്കപ്പ് ചെയ്യാൻ പഠിപ്പിച്ചത് പ്രിയാരാമനാണ്. ഞാൻ 3ൽ പഠിക്കുമ്പോഴാണല്ലോ സീരിയൽ ചെയ്യുന്നത് പൊരുത്തം. അപ്പോൾ പ്രിയേച്ചിയാണ് അന്ന് തൊട്ട് ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മേക്കപ്പ് കാണാനും ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്ന് മുതലേ എൻ്റെ കുഞ്ഞി ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുക. പിന്നെ വലുതാവും തോറും നമ്മൾ പിന്നെ അതിൽ എക്സ്പേർട്ടായിട്ട് വരുമല്ലോ. ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് അല്ല, എന്നാലും എനിക്ക് ചെയ്യുന്ന മേക്കപ്പ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ കുറേ നല്ല പ്രോഡക്ട്സ് മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കുറേയൊക്കെ നമുക്കിങ്ങനെ പരീക്ഷിക്കാനും ഞാൻ നിൽക്കാറുണ്ട്. മുമ്പെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ടൈം എടുത്ത് മേക്കപ്പൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പാച്ചുവിനെ ഒരുക്കി വിടണം, പിന്നെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാനിപ്പോൾ മാക്സിമം എത്രയും വേഗം ചെയ്യാൻ പറ്റുന്നോ അത്രയും വേഗം ഞാൻ മേക്കപ്പ് ചെയ്യാൻ നോക്കുക ചെയ്യാറ്. അപ്പോൾ അതിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത സംഭവം നിങ്ങൾക്ക് എന്നെ അറിയുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, എനിക്ക് ഭയങ്കര ഒബ്സഷനാണ്. എനിക്ക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ഉള്ളൊരു സംഭവമാണ്. ലിപ്സ്റ്റിക്കും മസ്കാരയാണ് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സിൽ ഏറ്റവും എനിക്കിഷ്ടം. ഇത് വേറെ ഒന്നും ഞാൻ ഇട്ടില്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക്കും മസ്കാര ഇട്ട് കഴിഞ്ഞാൽ കണ്ണും പോലും ചിലപ്പോൾ എഴുതിയെന്ന് വരില്ലേ, മസ്കാര ഇട്ടാൽ എനിക്ക് ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞിപ്പോൾ മേക്കപ്പ് പ്രോഡക്ട്സ് അധികം വാങ്ങിക്കൽ വളരെ കുറവാണ്. പക്ഷേ ഒരു സാധനത്തിന് മാത്രം ഞാൻ എപ്പോഴും കുറേ കാശ് ചിലവാക്കുന്ന ഒരാളാണ്. നിങ്ങൾ കുറച്ചൊക്കെ ഗസ് ചെയ്തിട്ടുണ്ടാവും, ലിപ്സ്റ്റിക്സ്. അപ്പം ഞാൻ പുതിയ സെറ്റ് ഓഫ് കുറച്ച് ലിപ്സ്റ്റിക്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ മാമാഅർത്തിൻ്റെ ഒരു പുതിയ ലോഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, ഇതാണ് ആ സംഗതി. ഇപ്പം മാമാഅർത്തിൻ്റെ ലിപ്സ്റ്റിക്സ് പുതിയ ലോഞ്ച് വരിക എന്ന് പറഞ്ഞാൽ അത് ട്രൈ ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. മാമാഅർത്തിൻ്റെ എന്തൊക്കെ പ്രോഡക്ട്സ് വരുന്നത്, എസ്പെഷ്യലി ലിപ്സ്റ്റിക്സ് എന്തൊക്കെ വരുന്നത് അതൊക്കെ എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ക്രേസാണ്. ഇത് മാമാഅർത്തിൻ്റെ പുതിയ ക്രീമി മെയ്ഡ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് 9 ഷെയ്ഡ്സിലാണ് വരുന്നത്. 9 ഇന്ത്യൻ ഷെയ്ഡ്സിൽ ഏത് സ്കിൻ ടോണിനുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള 9 ഷെയ്ഡ്സിലാണ് വരുന്നത്. ഇതിലെല്ലാ ഷെയ്ഡും ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ. മെയ്റ്റ് ലിപ്സ്റ്റിക്ക് പൊതുവേ നമ്മുടെ ലിപ്സിനെ ഡ്രൈ ഔട്ട് ആക്കാനും ഫ്ലേക്കിനെസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറ് ഈ മെയ്റ്റ് ലിപ്സ്റ്റിക്ക് അതൊന്നും ഇല്ലാണ്ട് സ്മൂത്ത് ആക്കി വെക്കാവുന്ന രീതിയിൽ വന്നാൽ അടിപൊളിയായിരിക്കുന്നു. ശരിക്കും അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഓപ്ഷനാണ് കേട്ടോ മാമാഅർത്തിൻ്റെ ഈ ഒരു ക്രീമി മെയ്റ്റ് ലിപ്സ്റ്റിക്ക്. ഇതിൽ മുറുമുറു ബട്ടർ ആൻഡ് വൈറ്റമിൻ ഇ ആണ് ഇതിലത്തെ കീ ഇൻഗ്രീഡിയൻസ്. ഇത് നമ്മുടെ ലിപ്സിനെ വളരെ മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാനും വളരെ സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കീപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് ശരിക്കും 1 സ്ട്രോക്ക് ആപ്ലിക്കേഷനാണ്. നമുക്ക് ഒറ്റവട്ടം നമ്മൾ ഒറ്റ സ്ട്രോക്കിൽ നല്ല പിഗ്മെൻറ്റേഷൻ വരുന്നത് കണ്ടോ, ഇത് കണ്ടോ. മാത്രമല്ല ഇത് വളരെ മാമാഅർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും അറിയാമല്ലോ, ക്രുവൽറ്റി ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. മാത്രമല്ല ഇത് നമുക്ക് വളരെ സേഫായിട്ട് മേക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവറി ഡേ ലൈഫിൽ നമ്മളിത് യൂസ് ചെയ്താലും നമ്മുടെ ലിപ്സിന് ഒരു സൈഡ് എഫക്ട്സോ ഈ നമ്മൾ നോർമൽ ലിപ്സ്റ്റിക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷനോ ഒന്നും വരാതെ നമുക്ക് ഡെയിലി ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. 8 hours ലോങ് ലാസ്റ്റിങ്ങും ആണ്. അപ്പോൾ നമുക്കൊരു വർക്കിന് പോകുമ്പോഴൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അതും നല്ല കിഡിലൻ കളേഴ്സാണ്. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഇത്രയും സേഫ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ നല്ല സൂപ്പർ അഫോർഡബിൾ റേറ്റിലും കൂടി കിട്ടിയാലോ. വെറും 399 ആണ് കേട്ടോ ഇപ്പോൾ ഈ ലിപ്സ്റ്റിക്സ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ മാമാഅർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ലഭ്യമാണ്. മാത്രമല്ല ഇപ്പോൾ ഒത്തിരി ഓഫ്ലൈൻ സ്റ്റോഴ്സിലും മാമാഅർത്തിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ.
പിന്നെ മാമഅർത്തിൻ്റെ ഒരു സൂപ്പറായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഒണിയൻ ഷാംപൂ. ഇപ്പോൾ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ യൂസേഴ്സിൻ്റെ സജഷൻസും കാര്യങ്ങളൊക്കെ അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പ്രോഡക്റ്റ്സ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാമഅർത്തിൻ്റെ ഏതൊരു പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ സജഷൻസ് അവരായിട്ട് ഷെയർ ചെയ്യാൻ അവർ ഓപ്പൺ ആണ്. അതനുസരിച്ച് അവരുടെ പ്രോഡക്റ്റ്സ് അവർ അപ്ഗ്രേഡ് ചെയ്യാനും നമ്മളുടെ ഒരു സജഷൻസ് ഒക്കെ അവർ ഈ ഒരു അവരുടെ പ്രോഡക്ട്സിൽ അവരുടെ ബെറ്റർ ആക്കാനും അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് അവരെ അറിയിക്കാൻ മറക്കാതിരിക്കുക. മാമഅർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ DimpleR 2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 20% ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ഇനി വേഗം നമുക്ക് റെഡിയായി തുടങ്ങാം. ആദ്യം തന്നെ ഒന്ന് വൈപ്പ് ചെയ്തിട്ടോ, നമ്മൾ ഈ ലിപ്സ്റ്റിക്സ് കുറേ ഇട്ടിട്ട്, അപ്പോൾ ആദ്യം അതൊന്ന് വൈപ്പ് ചെയ്ത് എടുക്കണം. പിന്നെ ചൂടറിയാലോ, മുഖമൊക്കെ എത്ര വാഷ് ചെയ്താലും മേക്കപ്പിന് തൊട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യണം. ഇത് നമ്മുടെ മാമഅർത്തിൻ്റെ തന്നെ ഒരു പുതിയ ലോഞ്ചാണ് കേട്ടോ, മാമഅർത്തിൻ്റെ മിസെല്ലാർ ജെൻറ്റിൽ മേക്കപ്പ് റിമൂവർ. ഞാനിപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യാനും ഇതാണ് യൂസ് ചെയ്യുക. വളരെ നല്ലതാണ്, സ്കിന്നിലൊക്കെ വളരെ ജെൻറ്റിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ എപ്പോഴും നമ്മുടെ ലിപ്സ്റ്റിക്കും ഐ മേക്കപ്പും ഒക്കെയാണ് എപ്പോഴും റിമൂവ് ചെയ്യാൻ കുറച്ച് പാട്. അപ്പോൾ ഇത് വേണ്ട, പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ഹാർഷായിട്ടൊന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. ജസ്റ്റ് വൈപ്പ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒരുവിധം ഒക്കെ ഇപ്പം മാമഅർത്താണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ടി മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ക്വിക്കായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമിന് അധികം ഒരു ഹെവി മേക്കപ്പിൻ്റെയും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു മോയ്സ്ചറൈസറാണ് യൂഷ്വലി ഇടാറ്, പക്ഷെ ഇപ്പോൾ ഞാൻ അതും ഇടുന്നില്ല. ജസ്റ്റ് ഞാൻ ഈ അണ്ടർ ഐയിലും ഇവിടെയും മാത്രം ഇട്ട് കൊടുക്കും. പിന്നെ എനിക്ക് ഇവിടെ ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അവിടെയും ഞാൻ ഇട്ട് കൊടുക്കും. ജസ്റ്റ് വന്നിട്ട് ഇതൊന്ന് മാച്ച് ചെയ്തു. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നോ മേക്കപ്പ് ലുക്കും അല്ലെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷ് ലുക്കൊക്കെയാണ് ഇഷ്ടം. മുമ്പത്തെ പോലെ ഒരു ഹെവി മേക്കപ്പ് എനിക്ക് തോന്നുന്നു ഒരുവിധം ആരും ഇപ്പോൾ ബ്രൈഡ്സ് പോലും പ്രിഫർ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിക്ക് ശരിക്കും ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ട് ഇറങ്ങാൻ. അത്രയും ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്യുക. ഇത് നമ്മുടെ മാമഅർത്തിൻ്റെ തന്നെ ഗ്ലോ സിറം ഫൗണ്ടേഷനാണ്. ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. അത് വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. ഈ ഗ്ലോ സിറം ഫൗണ്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം ഇതിടുമ്പോൾ തന്നെ ഒരു മോയ്സ്ചറൈസേഷനും നല്ലൊരു ഗ്ലോസി എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസറും കൂടി ഇട്ടാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി തിരക്കിൻ്റെ ഇടയിൽ, മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിലും ഇല്ലെങ്കിലും സൺസ്ക്രീൻ ഇടുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സൺസ്ക്രീൻ ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വർത്തമാനത്തിൻ്റെ ഇടയിൽ മറന്നു പോയതാണ്. അപ്പോൾ സൺസ്ക്രീൻ ഇടും. ഇപ്പോൾ തന്നെ ഒരു ഗ്ലോ വന്നില്ലേ മമ്മി? അതായത് ഒരു ഫിനിഷിങ്. പിന്നെ എനിക്ക് ദൈവം സഹായിച്ച് വലിയ ഡാർക്ക് മാർക്സും ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും പിമ്പിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്രയും കവറേജ് മതി. പറയുമ്പോഴായിരിക്കും ഓടി വരും ഓരോരുത്തർ. പക്ഷെ എനിക്ക് ഇവിടെ ഇപ്പോൾ ഡാർക്ക് സർക്കിൾസ് കുറച്ച് കണ്ണ് കുഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെയും എനിക്കൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. പിന്നെ കഴുത്ത് പിന്നെ പിഗ്മെൻറ്റഡ് ആണ്, അല്ലാണ്ട് ഫേസിൽ വേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ ദൈവം സഹായിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഫേസിലധികം കവറേജിൻ്റെ ആവശ്യമില്ല. ഞാൻ മേക്കപ്പ് കയറ്റിയിടുക മെയിൻലി കഴുത്തിലാണ് കേട്ടോ. മുടി കെട്ടി വെക്കുന്നത് അല്ലേ? ഓക്കെ, മുടി കെട്ടി ഞാൻ ഒരിക്കലും ചെയ്യാത്ത പരിപാടി കേട്ടോ, മുടി അഴിച്ചിട്ടിട്ട് മേക്കപ്പ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് വർത്തമാനത്തിൻ്റെ ഇടയിൽ അതങ്ങനെ ആയിപ്പോയതാണ്. കടാ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഒരു 1-2 ഡ്രോപ്സ് അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോമ്പാക്റ്റും ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു മെയ്റ്റ് ഫിനിഷിനേക്കാളും കുറച്ചൊരു ഗ്ലോസി ആയിട്ട് ഇരിക്കാനാണ് ഞാനും പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇത് തന്നെയാണ് എൻ്റെ ഫിനിഷിങ്. ഇനി ഞാൻ ജസ്റ്റ് കണ്ണൊന്ന് എഴുതും. കണ്ണ് എഴുതാനും നമ്മുടെ ഇതുണ്ട്,
ജസ്റ്റ് നമുക്ക് മുകളിൽ മാത്രം ഒരു സ്മോക്കി ഐസ് പോലെ എഴുതി വയ്ക്കാം. ജസ്റ്റ് ഇതുകൊണ്ട് നമുക്ക് ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്യാത്ത എന്താ നിങ്ങൾ വിചാരിക്കരുത്. ബ്രഷൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരുങ്ങി പോകുമ്പോൾ ബ്രഷും അതൊക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ സമയമായി. അതുകൊണ്ട് അതൊക്കെ ഞാൻ വേറൊരു പൗച്ചിലാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇതാണ് എൻ്റെ മെയിൻ ഒരു പൗച്ച്. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഈ ഒരു പൗച്ചിലാണ്. അപ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ ഞാൻ ബ്രഷ് സംഭവങ്ങളൊന്നും യൂസ് ചെയ്യില്ല, ജസ്റ്റ് കൈ വെച്ച് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കും, അത്രേ ഉള്ളൂ. കണ്ട ഓക്കെ. മമ്മിക്ക് ഇഷ്ടമല്ല ഉള്ളിൽ കണ്ണെഴുതാണ്ടിരിക്കുന്നത് അല്ലേ? യാ, പക്ഷെ ഞാൻ ഇപ്പൊ കൂടുതലും മുകളിൽ മാത്രം എഴുതാനാണ് കൂടുതലും ചൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ ബ്രൗൺ ഷെയ്ഡിൽ എന്തെങ്കിലും എഴുതി കൊടുക്കും. ഇനി നമ്മുടെ ലിപ്സ്റ്റിക്ക്, ഇതിൽ ഏത് കളർ ചൂസ് ചെയ്യുക? ഒരു ഡീപ്പ് കളർ ചൂസ് ചെയ്യാം അല്ലേ? ഇതെടുക്കാം അല്ലേ? ഇതെടുക്കാം. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ന്യൂഡ് വേണ്ട, നമുക്ക് ഡീപ്പ് ഷെയ്ഡിലെടുക്കാം. ഇതെടുക്കാം. ഇതും കുറച്ചൊരു ഇത് കുറച്ചൊരു ബ്രൈറ്റ് പിങ്ക് ആണ് കേട്ടോ. അപ്പം ഞാൻ ഏത് ലിപ്സ്റ്റിക്കാണോ ഉപയോഗിക്കുന്നത് അത് ഞാനിപ്പോൾ ബ്ലഷായിട്ടിടും. ഇവിടെ ഇടാം, ലിപ്സ്റ്റിക്ക് ഇടാം. നല്ലൊരു ശരിക്കും ഒരു ലിപ് ബാം ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഇല്ല, നല്ലൊരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് കേട്ടോ ലിപ്സിൽ. ഇനി ജസ്റ്റ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി. നോസ് കട്ടൊന്നും പിന്നെ ചെയ്യാറില്ല ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല. ഇതാണ് വല്ല സാരിയൊക്കെ എടുത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് അങ്ങനത്തെ ഒക്കെ പോവാണെങ്കിൽ ഞാൻ നോസ് കട്ട് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളൂ. ഇട്ടേക്കാം. എൻ്റെ ഈ ആന മൂക്കാണല്ലോ, അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കാണിക്കാനായിട്ടാണ് ഈ നോസ് കട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു സിസ്റ്റം ഇങ്ങനെയാണ്. പണ്ടൊക്കെ ഞാൻ ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇനി പൊട്ട്. എനിക്കിപ്പോൾ ഓർണമെന്റ്സ് മാറാന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കല്യാണങ്ങൾക്ക് പോകുമ്പോൾ സാരി ആണെങ്കിൽ പോലും ഞാൻ ഈ ഒരു മാല ഒരു പരിധി വരെ ഞാൻ മാറ്റാണ്ട് നോക്കും. പിന്നെ മമ്മിയാണെങ്കിലും അവിടെ ബിൻസി മമ്മി ആണെങ്കിലും എടുത്ത് മാല മാറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാനിത് ഊരാറുള്ളൂ. എനിക്കിപ്പോൾ ഇത് മാത്രമേ ഇടാൻ ഇഷ്ടമുള്ളൂ, വേറെ മാലകളൊന്നും ഇടാൻ ഇഷ്ടമില്ല. അപ്പം ഇങ്ങനത്തെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ പിന്നെ പറയാനും നിൽക്കാറില്ല. കമ്മലും ഞാൻ ഒരു പരിധി വരെ ഞാൻ മാറ്റാറില്ല. അപ്പോൾ ഏതാണോ കമ്മൽ അത് ഞാൻ ഇട്ട് പോവും. പിന്നെ ആകെയുള്ളൊരു പണി എന്താണെന്ന് വെച്ചാൽ, കുറച്ച് സമയം എടുക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ മുടി അയൺ ചെയ്യും. മുടി അയൺ ചെയ്താലാണ് ഒരു ക്ലീൻ ലുക്ക് കിട്ടുള്ളൂ. എൻ്റെ അത്യാവശ്യം നല്ല വേവി ഹെയർ ആയ കാരണം ബ്രഷ് ചെയ്തിട്ടാലും ലൂസ് ഹെയർ ഇടുമ്പോൾ ബുസ്സെന്നിരിക്കും. അപ്പം അത് ഒന്നാമത് വട്ടമുഖമാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ലൂസ് ഹെയർ ഇടുമ്പോൾ ബുസ്സെന്നിരിക്കുമ്പോൾ അതൊന്നും കൂടി വട്ടമായിട്ട് തോന്നും. അല്ലെങ്കിൽ പോണിറ്റെയിൽ വലിച്ച് കെട്ടിയാലും നെറ്റി കൂടുതലുള്ള കാരണം അതും ഒരു ഭംഗി തോന്നാറില്ല. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ എപ്പോൾ എവിടെ പോകുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഞാൻ അയൺ ചെയ്ത് ഒരു ചെറിയൊരു സിറം എന്തെങ്കിലും തേച്ചിടും, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് എടുക്കാറില്ല അല്ലേ മമ്മി? ഇപ്പോൾ ഞാൻ പെട്ടെന്ന്, പണ്ടൊക്കെ ഞാൻ പിന്നെയും സമയമെടുത്ത് മേക്കപ്പ് ചെയ്ത് ഐ ഷാഡോ ഇട്ട് അങ്ങനെയൊക്കെ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ പക്ഷെ വളരെ ക്വിക്കാണ്. പിന്നെ ഞാൻ ആയമ്പാടി നിന്നാൽ എൻ്റെ ലിപ്സ്റ്റിക്കും എൻ്റെ ഫൗണ്ടേഷനും ഒക്കെ എൻ്റെ മോൻ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയുള്ളത് കൊണ്ട് എനിക്കിവിടെ എല്ലാ അമ്മമാരും മാറിയിട്ടുണ്ടാവില്ല ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. മുടിയില്ല, ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അയേൺ ചെയ്തിട്ട് ചുരുട്ടി കെട്ടി വെക്കും. അപ്പോൾ അയേൺ ചെയ്തിട്ട ഒരു ഫീൽ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ നേരത്തെ ചുരുട്ടി കെട്ടി വെച്ചപ്പോൾ മറ്റേ വല്ലാണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് കുറച്ചൊരു വേവി ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ മുടിയുടെ അത്ര വേവ്സ് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ലോണം അയേൺ ചെയ്തിട്ട് അമ്മക്കെട്ട് കെട്ടി നല്ല ടൈറ്റായിട്ട് ബാൻഡിട്ട് വെക്കും. അപ്പോൾ നമ്മൾ അഴിച്ചിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ഹെയർ അല്ലാണ്ട് ഒരു വേവി ആയിട്ട് ഒരു നാച്ചുറൽ ലുക്ക് അല്ലേ അമ്മി? നാച്ചുറൽ ആയിട്ടുള്ളൊരു വേവ്സ് പോലെ അങ്ങനെ കിടന്നോളും. അപ്പം വേണമെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ്നർ വെച്ച് ഇവിടെ തുമ്പൊന്ന് കേൾ ചെയ്ത് ഇടുകയും ചെയ്യാം. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല, ചൂടെടുത്തിട്ട് വയ്യ. പിന്നെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ മേക്കപ്പ് ലുക്ക് ഞാൻ പറഞ്ഞല്ലോ, വളരെ ആധികാരികമായിട്ടുള്ള ഒരു പാർട്ടി മേക്കപ്പ് ഒന്നുമല്ല. അപ്പം തന്നെ വേർക്കും, സമയവും വൈകി. അപ്പം ഇനി ഞാൻ വേഗം എൻ്റെ പരിപാടിക്ക് പോട്ടെ. കറണ്ട് ഇല്ല, ഒന്നാമത് നമ്മുടെ ഇൻവേർട്ടറിൽ AC വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ലൈറ്റും ഫാനൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് യാത്രയാവട്ടെ. പാച്ചു വരുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചെത്തുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ലിങ്കും ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് മേടിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വിശേഷം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.